Good morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയാ നിങ്ങളെടുത്ത ഭാഗങ്ങള് നോക്കിയായിരുന്നോ? എന്തായിരുന്നു ABC അനാലിസിസ്? Maintain proper control of inventories. എന്താ മനസ്സിലായത്? ABC അനാലിസിസ് സ്റ്റോക്കിന്റെ ശരിയായ കൺട്രോളിംഗ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ABC അനാലിസിസ് യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നു 3 ഗ്രൂപ്പായി. 3 ഗ്രൂപ്പായിട്ട്. എന്തൊക്കെയാണ്? എങ്ങനെയാണ്? ABC C കാറ്റഗറി. ഓക്കെ, ഇത്ര വരെ മനസ്സിലായല്ലേ? നീ ലാസ്റ്റ് പോയിന്റ് കൂടി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത്? ലാസ്റ്റ് പോയിന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്? മെറ്റീരിയൽസിന്റെ കോസ്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടും പിന്നെ എന്താണ്? ക്ലിയർ അല്ലേ ഇത്രയും വരെ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്താണ് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ABC എന്നാണ്. ഫസ്റ്റ് നോക്കിയേ, A ഐറ്റംസ്, A ഗ്രൂപ്പിൽ പെടുന്ന ഐറ്റംസ് ആണ്. അതിന്റെ ചില കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഇൻ വോൾ ഓഫ് ദ ഇൻവെന്ററി there area few costly items which come under this group. അപ്പൊ എന്താണ് പറഞ്ഞത്? whole of the inventory അല്ലെ, ടോട്ടൽ ഇൻവെന്ററി അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റോക്കിന്റെ എന്താണ്? ടോട്ടൽ സ്റ്റോക്കിന്റെ A ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിലാണ്? ഏത് തരത്തിലുള്ള ഐറ്റംസ് ആണ് ഉൾപ്പെടുന്നത്? ഫ്യൂ കോസ്റ്റ്ലി ഐറ്റംസ്, നല്ല രീതിയിൽ വിലപിടിപ്പുള്ള ഐറ്റംസ് ആണ് ഏത് ഗ്രൂപ്പിൽ പെടുന്നത്? A ഐറ്റത്തില് അല്ലെങ്കിൽ A കാറ്റഗറീസില് പെടുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് എല്ലാം ടോട്ടൽ സ്റ്റോക്കിൽ നിന്ന് അതിൽ നിന്ന് A ഗ്രൂപ്പിൽ അല്ലെങ്കിൽ A ഐറ്റത്തിൽ പെടുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. വിലപിടിപ്പുള്ള ഐറ്റംസിനെയാണ് A ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, these items may not be more than 10% of the total item, but 70% of the total budget. എന്താ പറയുന്നത്? ഇവിടെ എന്താണ്? ടോട്ടൽ this item may not be more than 10%. അപ്പൊ ടോട്ടൽ ഇൻവെന്ററീസിൽ നിന്ന് 10% മാത്രമാണ് ഈ A ഗ്രൂപ്പിൽ പെടുന്നത്. അതെന്താണ്? ഫുള്ളി കോസ്റ്റ് ഐറ്റംസ് ആയിരിക്കും. വിലപിടിപ്പുള്ള ഐറ്റംസ് ആണ് A ഗ്രൂപ്പിൽ പെടുന്നത്. ടോട്ടൽ ഐറ്റത്തിന്റെ 10% മാത്രമേ എന്തിൽ പെടുള്ളൂ? A ഗ്രൂപ്പില് പെടുള്ളൂ. അതിന്റെ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതിന് വേണ്ടി വരുന്ന ചിലവ് എത്രയാണ്? 70% ആണ്. ക്ലിയർ ആയോ? ടോട്ടൽ ഐറ്റത്തിന്റെ 10% മാത്രമേ ഈ കോസ്റ്റ്ലി ഐറ്റം എന്ന് പറയുന്നത് 10% മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. അതില് വേണ്ടി വരുന്ന ചെലവ് 10% ഐറ്റത്തിന് അല്ലെങ്കിൽ A ഗ്രൂപ്പ് ഐറ്റത്തിന് വേണ്ടി വരുന്ന ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് 70% ആണ്. No need proper storage and handling. ഇതെന്താണ്? നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് സ്റ്റോറേജ് ചെയ്യുകയും ഹാൻഡിൽ ചെയ്യുകയും വേണം. ഓവർ സ്റ്റോക്കിംഗ് is avoid. Only necessary quantities of these inventories are purchased and stocked. എന്താ പറയുന്നത്? ഓവർ സ്റ്റോക്കിംഗ് അല്ലെ, ഓവർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർ ആയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ആവശ്യത്തിന് മാത്രം, നെസസറി ക്വാണ്ടിറ്റീസ് അല്ലെ, ആവശ്യത്തിന് മാത്രം ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ആ സ്റ്റോറിലേക്ക് സാധനങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പാടുള്ളൂ. അപ്പോ ഓവർ സ്റ്റോക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത്?
ആവശ്യത്തിന് മാത്രമുള്ള ക്വാണ്ടിറ്റീസില് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുക. ക്ലിയർ ആയോ? 3 പോയിന്റും എന്താ പറഞ്ഞത്? എ ഐറ്റംസ് എന്ന് പറഞ്ഞാല്, എ കാറ്റഗറി എന്ന് പറഞ്ഞാല് ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത്? ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ്? കോസ്റ്റ്ലി അല്ലെ, വിലപിടിപ്പുള്ള അല്ലെങ്കിൽ വില കൂടിയ ഐറ്റംസ് ആണ് എ ഗ്രൂപ്പിൽ പെടുന്നത്. അതുപോലെ എത്ര പെർസെന്റ് ആണ് ടോട്ടൽ ഐറ്റത്തിന്റെ എത്ര പെർസെന്റേജ് ആണ് എ ഗ്രൂപ്പിൽ പെടുന്നത്? 10%. ഇതിന് വേണ്ടി വരുന്ന ബഡ്ജറ്റ് എത്രയാണ്? ചിലവ് എത്രയാണ് വരുന്നത്? ചിലവ് 70%. അതുപോലെ എന്താണ് നമ്മൾ ഓവർ സ്റ്റോക്കിംഗ് അല്ലെ, ഓവർ സ്റ്റോക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആവശ്യത്തിന് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്കുകൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ക്ലിയർ ആയോ? മനസ്സിലായോ എ ഐറ്റം? ഇനി എന്താണ് ബി ഐറ്റംസ്? നോക്കൂ കേട്ടോ. ബി ഐറ്റംസ്. ഐറ്റംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ neither costly or cheap. എന്താ പറഞ്ഞത്? ഒരുപാട് കോസ്റ്റ്ലിയും അല്ല, അതുപോലെ തന്നെ ഒരുപാട് ചീപ്പുമല്ല. രണ്ടിന്റെയും മിഡിലിൽ വരുന്നതാണ് ബി ഐറ്റത്തിൽ പെടുന്നത്. ഒരുപാട് കോസ്റ്റ്ലിയും അല്ല, അതുപോലെ തന്നെ ഒരുപാട് വില കുറഞ്ഞതുമല്ല. ആ രണ്ടിന്റെയും മിഡിൽ ഭാഗത്ത് വരുന്നതാണ് ബി ഐറ്റത്തിൽ അല്ലെങ്കിൽ ബി കാറ്റഗറീസിൽ വരുന്ന ഐറ്റംസ്. These items constitute 20% of the total quantity of the inventories. എന്താ പറയുന്നത്? ഈ ഐറ്റം നമ്മൾ പറഞ്ഞു എ ഗ്രൂപ്പിലുള്ള ഐറ്റം എന്താണ്? ടോട്ടൽ ഐറ്റത്തിന്റെ 10% ആണ്. അപ്പോ ഇവിടെ ബി ഐറ്റത്തില് എങ്ങനെയാണ് വരുന്നത്? ടോട്ടൽ ഐറ്റത്തിന്റെ 20% ആണ് ബി ഐറ്റംസ് എന്ന് പറയുന്നത്. അതുപോലെ അതിന് വേണ്ടി വരുന്ന ചിലവ് എത്രയാണ്? 20% of the total expenditure of the inventories. അതിന് വേണ്ടി വരുന്ന ചിലവ് അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 20% ആണ്. മനസ്സിലായോ? ബി ഐറ്റം ക്ലിയർ ആയോ? മനസ്സിലാവാത്തവരുണ്ടോ? എയും ബിയും ഒക്കെയാണ്. ക്ലിയർ ആയി? ഞാൻ ആർക്കാണ് ഒന്നുകൂടിയും പറയുമെന്ന് ചോദിച്ചത് മിസ്സിനോട്. സുഷ ക്ലിയർ ആയോ മോളെ? ഓക്കെയാണോ? ഡൗട്ട് ഉണ്ടോ? എ ഐറ്റം ബി ഐറ്റം. ബി ഐറ്റത്തിൽ എന്താ ഏതാ പറയേണ്ടത്? ബി ഐറ്റം ആണോ പറയണ്ടേ? ബി ഐറ്റം നോക്കിയേ. ബി ഐറ്റം എന്താ? ഐറ്റംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ നൈദർ കോസ്റ്റ്ലി ഓർ ചീപ്പ്. എന്താ പറയുന്നത്? ഒരുപാട് കോസ്റ്റ്ലിയും അല്ല, ഒരുപാട് വില കുറവുമുള്ള ഐറ്റംസ് എല്ലാം ബി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. രണ്ടിന്റെയും മിഡിലിൽ വരുന്ന ഒരിത്തിരി എന്താണ്? കോസ്റ്റ്ലിയുമാണ്, അതുപോലെ തന്നെ വില കുറവുമാണ്. അങ്ങനത്തെ ഒരു രണ്ടിന്റെയും മിഡിലിൽ വരുന്ന ഒരു ഐറ്റം ആണ് എന്ത്? ബി ഗ്രൂപ്പിൽ വരുന്നത്. അതുപോലെ അതിന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ ടോട്ടൽ ഐറ്റത്തിന്റെ എത്ര പെർസെന്റ് ആയിരിക്കും? 20% ആണ് ബി ഗ്രൂപ്പിൽ വരുന്ന ഐറ്റംസ്. അതുപോലെ അതിന് വേണ്ടി വരുന്ന ചിലവ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? 20% ആണ്. ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലാക്കാം. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് സി ഐറ്റംസ്? സി നോക്കിയേ. എന്താണ്? These items are comparatively cheaper in cost and reference 70% of the total quantity of the inventories. എന്താ പറയുന്നത്? സി ഐറ്റത്തില് വളരെ വില കുറഞ്ഞ ഐറ്റംസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ സി ഐറ്റത്തില് അല്ലെങ്കിൽ സി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? ഇനി അതിന്റെ എന്താണ് നമ്മൾ പറഞ്ഞു? എ ഗ്രൂപ്പിൽ പെടുന്നത് ടോട്ടൽ ഐറ്റത്തിന്റെ 10%. അതുപോലെ തന്നെ ബി ഗ്രൂപ്പിൽ പെടുന്നത് ടോട്ടൽ ഐറ്റത്തിന്റെ 20%. അപ്പൊ ടോട്ടൽ കൂട്ടിയാൽ എന്താണ്? ബിയും എയും കൂട്ടിയാല് 30% ആയില്ലേ? ഇനി ബാക്കി വരുന്ന എത്ര പെർസെന്റേജ് ആണ് സി ഐറ്റത്തില്? 70% ഐറ്റംസ് ആണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അതിന് വരുന്ന എക്സ്പെൻഡിച്ചർ എന്താ? എത്രയാ വരാ?
10% of the total expenditure of inventories. Clear ആയോ? അപ്പോ ABC അനാലിസിസില് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എ ഗ്രൂപ്പ് എന്നും ബി ഗ്രൂപ്പ് എന്നും സി ഗ്രൂപ്പ് എന്നും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എ ഐറ്റത്തിൽ വരുന്ന ഐറ്റം എന്തായിരുന്നു? എങ്ങനെയുള്ള ഐറ്റംസ് ആണ് എ കാറ്റഗറിയിൽ വരുന്നത്? പറഞ്ഞു നോക്കിയൊന്ന്. എ ഐറ്റത്തിൽ അല്ലെങ്കിൽ എ കാറ്റഗറിയിൽ വരുന്നത് ഏതൊരു തരത്തിലുള്ളതാണ്? കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. ഇനി അത് എത്ര പെർസെന്റേജ് ആണ്? ടോട്ടൽ ഇൻവെന്ററീസിൽ എത്ര പെർസെന്റേജ് ആണ് ഐറ്റം ഉള്ളത്? 10% ആണ്. അതിന് വേണ്ടി വരുന്ന ബഡ്ജറ്റിംഗ് എത്രയാണ്? ബഡ്ജറ്റിംഗ് 70%. ഇനി ബി ഐറ്റത്തിൽ പെടുന്ന ഐറ്റംസ് എങ്ങനെയുള്ളതാണ്? നൈദർ കോസ്റ്റ്ലി ഓർ മിഡിൽ ആയിട്ട് വരുന്നത്. ചീപ്പും ഒരുപാട് വില കുറവുമല്ല, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് വില കൂടിയതുമല്ല, മിഡിൽ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി എന്താണ് അതിന്റെ ഐറ്റംസ്? ടോട്ടൽ ഐറ്റത്തിന്റെ എത്ര പെർസെന്റേജ് ആണ്? 20%. ഇനി അതിന് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ്? എത്ര പെർസെന്റേജ് ആണ്? 20%. സി ഐറ്റത്തിൽ ഉൾപ്പെടുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽസ് ആണ് ഉൾപ്പെടുന്നത് സി ഐറ്റത്തില്? ചീപ്പർ ആയിട്ടുള്ളത് അല്ലെ, വളരെ വില കുറഞ്ഞ മെറ്റീരിയൽസ് ആണ് സി ഐറ്റത്തിലുള്ളത്. എത്ര പെർസെന്റേജ് ആയിരിക്കും ആ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുന്നത് ടോട്ടൽ ഐറ്റത്തിന്റെ? 70%. വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ എന്താണ്? എത്ര പെർസെന്റേജ് ആണ്? 10%. ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇനി പറയണോ? ഓക്കെ ആണ്. ഇനി നോക്കിയേ, അഡ്വാൻറ്റേജസ്. ABC അനാലിസിസിന്റെ അഡ്വാൻറ്റേജസ് 3 രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിയേ, ഫസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ക്യാൻ ബി റെഗുലേറ്റഡ് and funds can be utilized in best possible manner. അപ്പോ നമ്മൾ പഠിച്ചു അല്ലെ, എന്താണ് ഇൻവെന്ററീസ്, സ്റ്റോക്കിലുള്ള അല്ലെങ്കിൽ എന്താണ് സ്റ്റോറിലുള്ള മെറ്റീരിയൽസ്. ഇൻവെന്ററീസ് എന്ന് പറയുന്നത് അതിനുവേണ്ടി ചെലവാക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, മുടക്കുന്ന പണം നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ABC അനാലിസിസിലൂടെ സാധിക്കുന്നുണ്ട്. റെഗുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രിക്കുക അല്ലെ, നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റോക്കിലുള്ള അല്ലെങ്കിൽ സ്റ്റോറിലുള്ള ഇൻവെന്ററീസ്, മെറ്റീരിയൽസിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, മുടക്കുന്ന പണം നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലൂടെ ABC അനാലിസിസ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ അത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? ഫണ്ട്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. ഫണ്ട്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് പോസിബിൾ മാനറിൽ അല്ലെ, നല്ല രീതിയിൽ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഇനി പറയണോ? പിടികിട്ടിയോ? ഓക്കെ. ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ്? നോക്കിയേ, scientific and selective control helps in the maintenance of the high stock of turnover rate. High stock എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന സ്റ്റോക്ക് അല്ലെ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞുതരാട്ടോ, ഇതൊന്നും കൂടി പറഞ്ഞു തരാം. സെക്കൻഡ് പോയിന്റ് നോക്കൂ കേട്ടോ. എന്താണ് ഹൈ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഉയർന്ന സ്റ്റോക്ക്. ഉയർന്ന സ്റ്റോക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ എന്താണ് ഓവർ സ്റ്റോക്ക് എന്ന് പറയാം കേട്ടോ. ഹൈ സ്റ്റോക്ക് അല്ലെങ്കിൽ എന്താണ് ഓവർ സ്റ്റോക്ക് എന്ന് പറയാം. അപ്പൊ ഓവർ സ്റ്റോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സയന്റിഫിക് അല്ലെ, ശാസ്ത്രീയമായതും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട കൺട്രോള്, സെലക്റ്റീവ് കൺട്രോൾസിലൂടെയും ABC അനാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഉയർന്ന സ്റ്റോക്ക് വരാതിരിക്കാൻ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഉയർന്ന സ്റ്റോക്ക് അല്ലെ, ഓവർ സ്റ്റോക്ക് വരാതിരിക്കാൻ വേണ്ടി ABC അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്താ പറഞ്ഞത്? ഉയർന്ന സ്റ്റോക്ക് വരാതിരിക്കാനായിട്ട് സയന്റിഫിക്, ശാസ്ത്രീയമായതും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട സെലക്റ്റീവ് കൺട്രോളിലൂടെയും സഹായിക്കുന്നുണ്ട്. ABC അനാലിസിസ് ചെയ്യുന്നതിലൂടെ ഓവർ സ്റ്റോക്ക് വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഇനി എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക് അല്ലെ. എന്താണ് ഈ അനാലിസിസ്, ABC അനാലിസിസിലൂടെ സ്റ്റോക്കുകളുടെ എണ്ണം കുറഞ്ഞു പോകുന്നില്ല. അതാണ് ഫസ്റ്റ് കാര്യം. സ്റ്റോക്കുകളുടെ എണ്ണം കുറഞ്ഞു പോകുന്നില്ല. നിയന്ത്രണങ്ങൾ അല്ലെ, ഇൻവെന്ററീസ് കൺട്രോളിലൂടെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും എന്നിരുന്നാൽ കൂടിയും നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും എന്താണ്, ആവശ്യത്തിനുള്ള സ്റ്റോക്ക് സ്റ്റോറില് കിട്ടും, നമുക്ക് സ്റ്റോറില് സാധ്യമാകുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? അനാലിസിസിലൂടെ സ്റ്റോക്കുകളുടെ എണ്ണം കുറഞ്ഞു പോകുന്നില്ല. ഈ ABC അനാലിസിസ് എന്താണ്, നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും സ്റ്റോറില് സ്റ്റോക്കുകള് ഉണ്ടാകാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? 3 പോയിന്റും അഡ്വാൻറ്റേജ് ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടിയും പറഞ്ഞു തരാം. എന്താണ്, നമ്മള് ഈ സ്റ്റോറിലെ സ്റ്റോക്കില് അല്ലെങ്കിൽ ഇൻവെന്ററീസില് മുടക്കുന്ന പണം എന്താണ്, നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ABC അനാലിസിസിലൂടെ. അതുപോലെ ഫണ്ട്സ് എന്താണ്, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് പോസിബിൾ മാനറിലൂടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എന്താണ്, ഓവർ സ്റ്റോക്ക് വരാതിരിക്കാനായിട്ട്, നിങ്ങൾക്ക് ചെറുതാക്കി പറഞ്ഞു തന്നെയാണ് കേട്ടോ, ഓവർ സ്റ്റോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ABC അനാലിസിസിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എന്താണ്, സ്റ്റോക്ക് കുറഞ്ഞു പോകുന്നില്ല. നമ്മളെ നിയന്ത്രണങ്ങൾ, ഇൻവെന്ററീസ് കൺട്രോൾ ചെയ്യുന്നതിലൂടെ ABC അനാലിസിസിലൂടെ എന്താണ്, സ്റ്റോറിലേക്ക് സ്റ്റോക്കുകള് വരാനായിട്ടും അതുപോലെ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെയാണ്. ഇനി നോക്കിയേ, ജോബ് സമ്മറി ഓഫ് സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പറിന്റെ ജോബുകള് എന്തൊക്കെയാണ്? ചെറിയ ചെറിയ പോയിന്റിലൂടെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, കീപ് റെസീപ്റ്റ്, റെക്കോർഡ് ആൻഡ് വിത്ഡ്രോവൽസ് ഓഫ് ദ സ്റ്റോക്ക് റൂം. സ്റ്റോക്ക് റൂമിലേക്ക് വരുന്ന സ്റ്റോക്കിന്റെ റെസീപ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്യണം. അതുപോലെ റെക്കോർഡുകൾ അല്ലെ, ഓരോ സ്റ്റോക്കിന്റെയും റെക്കോർഡ്സ് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. വിത്ഡ്രോവൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിത്ഡ്രോവൽസ് ഐഡിയ ഉണ്ടോ? വിത്ഡ്രോവൽസ് എന്തായിരിക്കും? എന്താ വിത്ഡ്രോവൽസ്? നമ്മൾ പറഞ്ഞു അല്ലെ, യൂസർ പിൻവലിക്കുക എന്ന് മനസ്സിലായി. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. എന്താണ് വിത്ഡ്രോവൽസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ എന്താണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് റിക്വസിഷൻ നടത്തിയിട്ടാണ് മെറ്റീരിയൽസ് വാങ്ങി കൊടുക്കുന്നത് അല്ലെ. അപ്പോ ഇവിടെ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെറ്റീരിയൽസ് കൊണ്ടുപോയി കൊടുക്കുന്നു. അതാണ് വിത്ഡ്രോവൽസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്തു പോകാനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആരാണ്? സ്റ്റോർ കീപ്പർ ആണ്. സ്റ്റോർ കീപ്പറിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് റൂമിലേക്ക് വരുന്ന എല്ലാ മെറ്റീരിയൽസിന്റെയും റെസീപ്റ്റുകള് കീപ്പ് ചെയ്യണം. അതുപോലെ എന്താണ്, മെറ്റീരിയൽസിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം. പിന്നെന്താണ് വിത്ഡ്രോവൽസ് എന്ന് പറയുന്നത്? യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഐറ്റംസുകൾ കൊണ്ടുപോയി കൊടുക്കില്ലേ, അതിനെയാണ് വിത്ഡ്രോവൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സ്റ്റോർ കീപ്പർ ശ്രദ്ധിക്കേണ്ടതാണ്. ഫസ്റ്റ് പോയിന്റ് ഓക്കെയാണോ? മനസ്സിലായോ? വിത്ഡ്രോവൽസ് മനസ്സിലായോ? യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഐറ്റംസ് കൊണ്ടുപോയി കൊടുക്കുന്നതിനെയാണ് ഇവിടെ വിത്ഡ്രോവൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്റ്റോർ റൂമിലേക്ക് വരുന്ന എല്ലാ മെറ്റീരിയൽസിന്റെ റെസീപ്റ്റുകൾ കീപ്പ് ചെയ്യണം. എല്ലാ മെറ്റീരിയൽസിന്റെ റെക്കോർഡുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ, പറഞ്ഞ തന്നെയാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സെക്കൻഡ് പോയിന്റ് എന്താണ്? റിസീവ്ഡ്, അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈസ് എന്ന് പറയുന്നത്
വരുന്ന മെറ്റീരിയൽസ് അല്ലെ, സ്റ്റോക്ക് റൂമിലേക്ക് അല്ലെങ്കിൽ സ്റ്റോറിലേക്ക് വരുന്ന മെറ്റീരിയൽസിന്റെ റിസീപ്റ്റുകൾ റിസീവ് ചെയ്യുമ്പോൾ അതിന് റെസിപ്റ്റ് ഉണ്ടാവും. അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യണം. പിന്നെന്താണ്, അൺലോഡ് ചെയ്യണം അല്ലെ, വസ്തുക്കൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇറക്കുക അല്ലെ, അൺലോഡ് ചെയ്യുക. അതുപോലെ എന്താണ്, ഓരോ ഷെൽഫിലേക്കും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ക്രമീകരിച്ച് വെക്കണം. ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഉണ്ടോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഇല്ല. ഇനി എന്താണ് തേർഡ് പോയിന്റ് നോക്കിയേ. ഡു അതർ സ്റ്റോക്ക് റിലേറ്റഡ് ഡ്യൂട്ടീസ് ദാറ്റ് ഇൻക്ലൂഡ്സ് റിട്ടേണിംഗ്, പാക്കേജിംഗ്, പ്രൈസിംഗ് ആൻഡ് ലേബലിംഗ് സപ്ലൈസ്. എന്താണ് പറയുന്നത്? ഇനി അതർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ദാറ്റ് ഇൻക്ലൂഡിങ് റിട്ടേൺസ് അല്ലെ, റിട്ടേൺസ് ഡാമേജ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറി വരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ എന്താണ്, പാക്കേജിങ് ചെയ്യണം, ഓരോ മെറ്റീരിയൽസും പാക്കിംഗ് ചെയ്യണം. അതുപോലെ എന്താണ്, പ്രൈസിങ് അല്ലെ, വില നിർണ്ണയിക്കണം. ഇനി എന്താണ്, ആൻഡ് ലേബലിംഗ് സപ്ലൈസ്, ലേബൽ ഒട്ടിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ലേബൽ ഒട്ടിച്ച് പേരെഴുതി സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു കൊടുക്കണം. CSD പഠിച്ചില്ലേ നമ്മള്? അതുപോലെ ലേബൽ ഒട്ടിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യണം മെറ്റീരിയൽസ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്താണ് അതർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അല്ലെങ്കിൽ എന്താണ് അതർ സ്റ്റോക്കുമായിട്ട് വരുന്ന ഡ്യൂട്ടീസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കൊടുത്തത്? റിട്ടേൺ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യണം. അതുപോലെ പാക്കിംഗ് ചെയ്യാം. പിന്നെന്താണ്, വില നിർണ്ണയിക്കണം. പിന്നെന്താണ്, മെറ്റീരിയൽസ് വരുമ്പോ അത് ലേബലിംഗ് ചെയ്ത് പേരെഴുതി അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഏത് മെറ്റീരിയൽസ് ആണോ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കേണ്ടത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. തേർഡ് പോയിന്റ് മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? തേർഡ് പോയിന്റ് ഓക്കെയാണ്. ഇനി എന്താണ് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് നോക്കൂട്ടോ. അനലൈസ് ഡെലിവറീസ് ഓഫ് ഡാമേജ് ഓർ discrepancies and report those to accounting for reimbursement of and record keeping. ഇനി എന്താണ്, ചിലപ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ ചില ഗുഡ്സുകൾ ഡാമേജ് ആവാം, അല്ലെങ്കിൽ എന്താണ് ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പൊരുത്തക്കേടുകൾ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോവാം, പൊരുത്തക്കേടുകൾ ഉണ്ടാവാം. ക്ലിയർ ആയോ? ആ വേർഡിന്റെ മീനിങ് കിട്ടിയോ? പൊരുത്തക്കേട്, ഡിസ്ക്രിപ്പൻസീസ്. ഓക്കെ, അപ്പോ അങ്ങനെ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ പൊരുത്തക്കേടോ ഉണ്ടാകുമ്പോൾ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് റീഇംബേഴ്സ്മെന്റ്, എന്താണ് റീഇംബേഴ്സ്മെന്റ്? എന്താണ് തിരിച്ചടവാ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എന്താണ് ഇപ്പൊ നഷ്ടമായ തുക നമുക്ക് തിരിച്ച് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ റീഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ഡാമേജ് ആയതോ അല്ലെങ്കിൽ പൊരുത്തക്കേടോ ആയിട്ടുള്ളതുമായ ഗുഡ്സുകൾ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോ അതിന്റെ പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ലേ, അതിനെയാണ് റീഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാശുകള് എന്ത് ചെയ്യണം, അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ എന്താണ്, റെക്കോർഡ് കീപ്പ് ചെയ്യുകയും വേണം. ഡാമേജ് ഗുഡ്സ് അങ്ങനെയുള്ള ഗുഡ്സിന്റെയൊക്കെ റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കണം. ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഫിഫ്ത് പോയിന്റ് എന്താണ്? റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസസ്. എന്താണ് റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല്? ഐഡിയ ഉണ്ടോ റൊട്ടേറ്റ് സ്റ്റോക്ക് എന്താണെന്നുള്ളത്? റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല് പല മെറ്റീരിയൽസ് ആണല്ലോ നമ്മുടെ സ്റ്റോറിലേക്ക് വരുന്നത്. അതൊക്കെ എന്താണ്, സെപ്പറേറ്റ് ആയിട്ട് തരം തിരിച്ച് ക്രമീകരിച്ച് വെക്കുന്നതാണ് എന്ത്, റൊട്ടേറ്റ് സ്റ്റോക്ക്. ക്ലിയർ ആയോ? പല മെറ്റീരിയൽസ് സ്റ്റോറിലേക്ക് വരുമ്പോ അതൊക്കെ തരം തിരിച്ച് ക്രമീകരിച്ച് വെക്കില്ലേ, അതിനെയാണ് റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ എന്താണ്, കോർഡിനേറ്റ് ഡിസ്പോസൽ ഓഫ് സർപ്ലസസ്. എന്താണ്, ഇപ്പോ ചില ഗുഡ്സുകൾ ചിലപ്പോ എന്താണ് ഒടിഞ്ഞു പോവാം, പൊട്ടിപ്പോവാം,
അല്ലെ? കത്രിക അങ്ങനെയുള്ള ബ്ലേഡുകളൊക്കെ എന്താണ് ചിലപ്പോ മൂർച്ച ഉണ്ടാവില്ല, ചിലപ്പോ എന്താണ് അത് ഒടിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോ അത് നല്ല രീതിയിൽ നിർമ്മാർജ്ജനം ഡിസ്പോസൽ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നിട്ട് കോർഡിനേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? റൊട്ടേറ്റീവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പല രീതിയിലുള്ള മെറ്റീരിയൽ ആണ് സ്റ്റോറിലേക്ക് വരുന്നത്. അത് നല്ല രീതിയിൽ ഓരോന്നും നല്ല രീതിയിൽ ക്രമീകരിച്ച് അതിൻ്റെതായിട്ടുള്ള സ്റ്റോറിലേക്ക് ക്രമീകരിച്ച് വെക്കണം. അതിനെയാണ് റൊട്ടേറ്റീവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. വേർതിരിച്ച് വെക്കുന്നത്, സെപ്പറേറ്റ് ആക്കി വെക്കുന്നത്. അതുപോലെ എന്താണ്? ഡിസ്പോസൽ ഓഫ് സർപ്ലസസ്, അല്ലെ? ചിലപ്പോ എന്താണ് മെറ്റീരിയൽസ് ഒടിഞ്ഞു പോകാം, അല്ലെങ്കിൽ എന്താണ് വളഞ്ഞിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഡിസ്പോസൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള് കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് എന്ത് ഒരു ഡ്യൂട്ടി. ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടീസ് ആണ് ഈ പറയുന്നത്. ജോബ് സമ്മറി ആണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? എൻഷുർ adequate record keeping and manage all documentation to conform proper stock level and keep inventory control. അപ്പൊ എന്താണ്? നല്ല രീതിയിൽ adequate ആയിട്ടുള്ള റെക്കോർഡുകൾ, എല്ലാ മെറ്റീരിയൽസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ്? പ്രോപ്പർ സ്റ്റോക്ക് ലെവൽസ്, അല്ലെ? സ്റ്റോക്ക് ലെവലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എന്താണ്? സ്റ്റോക്ക് ലെവലുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ്, അതുപോലെ കീപ് ഇൻവെന്ററി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റേഷനും നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. ഇൻവെന്ററി കൺട്രോളുമായിട്ടും അതുപോലെ സ്റ്റോക്ക് ലെവലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റേഷനും നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും എല്ലാ റെക്കോർഡുകളും നല്ല രീതിയിൽ ആഡിക്വേറ്റ് ആയിട്ട് കൃത്യമായിട്ട് അത് കീപ്പ് ചെയ്ത് വെക്കുകയും വേണം. മനസ്സിലായോ? ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ. നെക്സ്റ്റ് എന്താണ്? കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ്. ഫ്രൈറ്റ് എന്താണ്? ഫ്രൈറ്റ് എന്താ? ഫ്രൈറ്റ് അറിയോ? ഫ്രൈറ്റ് എന്താണെന്ന്? ചരക്ക് ട്ടാ, ചരക്ക്. ഗുഡ്സ് എന്ന് അറിയില്ലേ? ഓക്കെ, അതാണ് എന്ത്? ഫ്രൈറ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, പിന്നെന്താണ്? മൂവ്മെന്റ് ഓഫ് എക്വിപ്മെന്റ്, അതുപോലെ തന്നെ ആൻഡ് നെസസറി മൈനർ റിപ്പയേഴ്സ്. അപ്പൊ എന്താണ്? ചരക്ക് നല്ല രീതിയിൽ, അല്ലെ? ചരക്കിന്റെ കാര്യങ്ങൾ, അല്ലെ? സ്റ്റോറിലേക്ക് വരുന്ന ഐറ്റംസ്, അതാണ് എന്ത്? ചരക്ക് അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റോറിലേക്ക് വരുന്ന ഐറ്റംസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, കൈകാര്യം ചെയ്യുകയും അതുപോലെ എന്താണ്? മൂവ്മെന്റ്സ്, അല്ലെ? യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് കൈമാറുന്നുണ്ട്, അല്ലെ? അതെന്ത് ചെയ്യാ? നല്ല രീതിയിൽ അതിന്റെ മൂവ്മെന്റ്സ് നടത്താം. അതുപോലെ എന്താണ്? മൈനർ റിപ്പയേഴ്സ് വരും. ചിലപ്പോ ഓരോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓരോ എക്യുപ്മെന്റ്സിനൊക്കെ റിപ്പയേഴ്സ് ഒക്കെ വരാം, മെയിൻ്റെനൻസ് വർക്ക് അല്ലെങ്കിൽ റിപ്പയേഴ്സ് ഒക്കെ വരാം. അപ്പൊ അത് നല്ല രീതിയിൽ നോക്കി നടത്തണം. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ചരക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിലേക്ക് വരുന്ന ഗുഡ്സുകള് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. അതുപോലെ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓരോ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ എന്താണ്? റിപ്പയേഴ്സോ മെയിൻ്റെനൻസോ ഒക്കെ വരുമ്പോ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ട കടമയും ആരുടേതാണ്? സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോർ കീപ്പറുടെ ജോബായിട്ട് അല്ലെങ്കിൽ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? നല്ല രീതിയിൽ മെറ്റീരിയൽസിന്റെ റെസിപ്റ്റ് കീപ്പ് ചെയ്യണം, റെക്കോർഡുകൾ കീപ്പ് ചെയ്യാം, യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്ന മെറ്റീരിയൽസ്, അതിനെയാണ് നമ്മള് വിഡ്രോവൽ എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാം. അതുപോലെ എന്താണ്? റെസിപ്റ്റുകൾ സ്വീകരിക്കാം. ഗുഡ്സുകൾ കൊണ്ടുവരുമ്പോ സപ്ലയറുടെ കയ്യിൽ നിന്ന് റെസിപ്റ്റ് സ്വീകരിച്ച് അത് അൺലോഡ് ചെയ്യുകയും കൃത്യമായിട്ട് ഓരോന്ന് ക്രമീകരിച്ച് കൃത്യമായിട്ട് ഷെൽഫിൽ വെക്കുകയും വേണം. അതുപോലെ എന്താണ്? അതർ സ്റ്റോക്കുമായിട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? റിട്ടേൺ ചെയ്യണം, അതുപോലെ പാക്കേജിങ് ചെയ്യണം,
പ്രൈസിംഗ് വില നിർണ്ണയിക്കണം, ലേബലിംഗ് ചെയ്യണം, എന്നിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ എന്താണ് ഡാമേജ് അല്ലെങ്കിൽ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകുമ്പോ അതിന്റെ തുക നമ്മൾ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് തുക തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. പിന്നെന്താണ് റൊട്ടേറ്റീവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അത് വേർതിരിച്ച് അതാത് അതിൻ്റെതായിട്ടുള്ള സ്റ്റോറിലേക്ക് ക്രമീകരിച്ച് വെക്കണം. വേർതിരിച്ച് വെക്കുന്നതിനെയാണ് റൊട്ടേറ്റീവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുപോലെ എന്തെങ്കിലും ഒടിഞ്ഞതോ വളഞ്ഞതുമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഡിസ്പോസൽ ചെയ്യാനായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് കോർഡിനേറ്റ് ചെയ്യണം. അതുപോലെ എന്താണ് റെക്കോർഡ് കീപ്പ് ചെയ്യാം, സ്റ്റോക്ക് ലെവലും ഇൻവെന്ററി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റേഷനും നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. പിന്നെന്താണ് ചരക്കുമായിട്ടല്ലേ ഓരോ സ്റ്റോറിലേക്കും വരുന്ന ഐറ്റംസുകൾ, അതിനെയാണ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ഐറ്റംസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്ന ഐറ്റംസുകൾ അതിന്റെ മൂവ്മെന്റുകൾ നല്ല രീതിയിൽ ചെയ്യണം. പിന്നെ റിപ്പയർസ് മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോർ കീപ്പറുടെ ജോബ് സമ്മറി ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കട്ടോ. ക്ലിയർ ആണ്? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് ആണ് പിൽഫ്രേജസ് ആൻഡ് വേസ്റ്റേജസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ വരുന്ന മോഷണങ്ങളും വേസ്റ്റേജസും അതിന്റെ കോസസ്, കാരണങ്ങളാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മോഷണം സംഭവിക്കുന്നത് അല്ലെങ്കിൽ വേസ്റ്റേജ് ഉണ്ടാകുന്നത്? കുറച്ച് പോയിന്റ് പഠിക്കാനുണ്ട് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് ആണ് എമർജൻസി സിറ്റുവേഷൻസ് ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. എന്തായിരിക്കും ഒരു എമർജൻസി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാല്? ലൈഫും ഡെത്തുമായിട്ട് വരുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ പറയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? അറ്റാക്ക്, ആക്സിഡന്റ്. ഓക്കെ. പിന്നെന്താണ് കാർഡിയാക് അറസ്റ്റ്. ഓക്കെയാണ്, കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത് കേട്ടോ. നമുക്ക് ഇവിടെ എന്താണ് ഡിസാസ്റ്റർ എടുക്കാം. ഓക്കെ, ഡിസാസ്റ്റർ എന്താണ്? ലൈഫും ഡെത്തുമായിട്ട് വരുന്ന അല്ലെ. ചില ആൾക്കാർ എന്താണ് മരിക്കാം, ചില ആൾക്കാർ എന്താണ് ദുരന്തം, ചില ആൾക്കാര് ജീവിക്കാം അല്ലെ. അങ്ങനെയുള്ള ലൈഫും ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് എന്ത്? ഫ്ലഡ്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഫ്ലഡ്. എർത്ത് കേക്ക്, കുറെ മഞ്ഞുണ്ടല്ലോ. ഓക്കെ ഓക്കെ, അപ്പോ അങ്ങനെ നമുക്ക് ഒരെണ്ണം എടുക്കാം. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ എടുക്കാം. അപ്പൊ അതിനകത്ത് എന്താണ്? കുറെ ആൾക്കാർ മരിക്കും, കുറെ ആൾക്കാർ എന്താണ് ജീവിക്കും. അപ്പോ ഇങ്ങനെ വരുമ്പോ ഡിസാസ്റ്റർ വരുമ്പോ എന്താണ്? കുറെ ആൾക്കാരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരില്ലേ? കൊണ്ടുവരോ? ഹോസ്പിറ്റലിലോട്ട് കുറെ ആൾക്കാരുണ്ടാവും അല്ലെ. അവിടുത്തെ ജീവനക്കാർക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിരിക്കും ആളുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അവർക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? എന്താ കൊടുക്കേണ്ടത്? അവർക്ക് എന്താ കൊടുക്കേണ്ടത്? കുറെ ആൾക്കാരെ കൊണ്ടുവരുമ്പോ നല്ല രീതിയിലുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ്, ബെറ്റർ കെയർ കൊടുക്കണം അല്ലെ. അപ്പോ ഇങ്ങനെ കുറെ ആളുകളെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് കുറെ ആളുകളെ
മരണമടഞ്ഞും അതുപോലെ തന്നെ എന്താണ് വല്ല പരിക്കുകളൊക്കെയോട് കൂടിയിട്ട് കുറെ ആൾക്കാരെ കൊണ്ടുവരുമ്പോ അവർക്ക് നല്ല രീതിയിൽ മെന്റൽ സപ്പോർട്ട് നല്ല രീതിയിൽ ബെറ്റർ കെയറിന് കൊടുക്കേണ്ടതാണ്. അതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റലുകാരാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലോട്ട് അങ്ങനെ കൊണ്ടുവരുമ്പോ അവർക്ക് എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്രയും ആൾക്കാരെ കൊണ്ടുവരുമ്പോ എന്താണ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ചിലപ്പോ മോഷണങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ എന്താണ് വേസ്റ്റേജുകൾ അല്ലെ. ഇപ്പൊ മരുന്നുകളൊക്കെ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാർ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കൊണ്ടുവരുമ്പോ അവിടുത്തെ സ്റ്റാഫുകൾക്കും എന്താണ് പെട്ടെന്ന് ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് അവർക്ക് തന്നെ ഒരു ബോധമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയായിരിക്കും അല്ലെ കുറെ ആൾക്കാരെ കൊണ്ടുവരുമ്പോ. അപ്പൊ എന്താണ് ചില മരുന്നുകളൊക്കെ ചിലപ്പോ പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതെടുക്കാതെ ചിലപ്പോ വേറെ പുതിയതായിട്ടുള്ള മരുന്നുകൾ പൊട്ടിച്ച് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റേജുകൾ സംഭവിക്കാം. അതുപോലെ എന്താണ് കളവ്, മോഷണങ്ങളും ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ ഹോസ്പിറ്റലിൽ ചില ആൾക്കാർ എന്താണ് നമ്മളിപ്പോ ഡിസാസ്റ്റർ ആണ് എടുത്തത് ഒരു കാരണമായിട്ട്. ഡിസാസ്റ്ററിൽ എന്താണ് കുറെ ആളുകൾ മരണമടഞ്ഞിട്ട് കൊണ്ടുവരാം. കുറെ ആളുകൾ എന്താണ് പൊട്ടലോ ചതവോ അങ്ങനെയുള്ള കാരണങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ബെറ്റർ കെയറിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുമ്പോ കുറെ ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്താണ് വേസ്റ്റേജും അവിടെ മോഷണവും സംഭവിക്കാം. ക്ലിയർ ആയോ? വേസ്റ്റേജ് എന്താണ് ചിലപ്പോ മരുന്നുകളൊക്കെ എന്താണ് മനസ്സിലായില്ലേ? മരുന്നുകളൊക്കെ പെട്ടെന്ന് ധൃതിയിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ പുതിയതായിട്ടുള്ള മരുന്നുകൾ ചിലപ്പോ അവിടെ യൂസ് ചെയ്ത മരുന്നുകൾ ഉണ്ടാവാം. അത് യൂസ് ചെയ്താൽ മതി. പക്ഷെ എന്താണ് പെട്ടെന്ന് ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോ പുതിയതായിട്ട് മരുന്ന് പൊട്ടിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ് പഴയ മരുന്ന് അവിടെ വേസ്റ്റ് ആയി പോകുന്നു. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് സിറ്റുവേഷൻ മനസ്സിലായോ? കോസസ് മനസ്സിലായില്ലേ? ഫസ്റ്റ് കോസസ് കാരണങ്ങള്. ഓക്കെ. ഇനി എന്താണ് സെക്കൻഡ് ആണ് എന്ത്? അർജന്റ് attention to patient that involves swift use of material. നിങ്ങൾ പറഞ്ഞ ഒരു ഹാർട്ട് അറ്റാക്ക് എടുക്കാം നമുക്ക്. അർജന്റ് അറ്റൻഷൻ കൊടുക്കേണ്ട പേഷ്യന്റ് ആണ് ആരെ? ഹാർട്ട് അറ്റാക്ക് വന്നത് അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റുമായിട്ട് വന്ന ഒരു പേഷ്യന്റിന് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ധൃതിയിൽ എല്ലാ കാര്യങ്ങളും എമർജൻസി സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താണ് അയാളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യണം. സ്വിഫ്റ്റ് ആയിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അപ്പൊ അവിടെ എന്താണ് ഈ പറഞ്ഞ വേസ്റ്റേജ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മോഷണവും സംഭവിക്കാം. എന്താണ് ചിലപ്പോ എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ആ പേഷ്യന്റിന് ബെറ്റർ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ രോഗിയിലേക്കായിരിക്കും എല്ലാവരും നോക്കിക്കാണുന്നത്. ആ രോഗിയോടായിരിക്കും എന്ത് ബെറ്റർ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്താണ് ചില സ്റ്റാഫുകൾ എന്താണ് അവിടെ മോഷണം ചിലപ്പോൾ ഡ്രഗ്സുകൾ മെഡിസിൻസ് എടുത്തു കൊണ്ടുപോകാം എന്നിട്ട് വേറെ ഇതിൽ വിൽക്കാം. അങ്ങനെയുള്ള മോഷണങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ എന്താണ് വേസ്റ്റേജ് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ മരുന്ന് പൊട്ടിച്ചതുണ്ടാവാം. എന്താണ് പുതിയ മരുന്ന് എടുത്ത് യൂസ് ചെയ്യും ചിലപ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ മോഷണവും വേസ്റ്റേജും സംഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ഇനി എന്താണ് എക്സ്പോഷർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി to lower level personnel, no standardized activity. ആരായിരിക്കും ഹോസ്പിറ്റലിലെ ലോവർ ലെവൽ പേഴ്സണൽസ്? ആരായിരിക്കും പറയാൻ പറ്റോ? ലോവർ ലെവൽ വർക്കേഴ്സ്. സ്വീപ്പേഴ്സ് അല്ലെ. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള്, ക്ലീനിങ് സ്റ്റാഫുകള്, സ്വീപ്പേഴ്സ് അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ലോവർ ലെവൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അവർക്ക് ഇപ്പൊ എന്താണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യണം അല്ലെ. ഹോസ്പിറ്റലിൽ മൊത്തം ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുടെ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ലോഷൻസ് ആയാലും എന്താണ് ചിലപ്പോ എടുത്തു കൊണ്ടുപോകാം. അല്ലെങ്കിൽ എന്താണ് ഒരു അടക്കും ചിട്ടയും ഇല്ലാതെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ജോലിയിൽ ഏർപ്പെടാം. അതാണ് നോട്ട് സ്റ്റാൻഡർഡൈസ്ഡ്. ചിലപ്പോൾ എന്താണ് ആ ലോഷനൊക്കെ എടുത്ത് എന്താണ് കുറെ ഉപയോഗിക്കാം.
അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ ഒരു കുപ്പിയൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യാം ബാഗിൽ വെച്ച് കൊണ്ടുപോകാം. അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ലോവർ ലെവൽ പേഴ്സണൽസിന്റെ ഇടയിലും എന്താണ് നോൺ സ്റ്റാൻഡർഡൈസ്ഡ് മീൻസ് അടക്കും ചിട്ടയും ഇല്ലാതെ പെരുമാറുന്നത്. ചിലപ്പോ കൂടുതലായിട്ട് ലോഷൻസ് ഒക്കെയാണ് അപ്പൊ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അവര് വെറുതെ കിട്ടുന്നതല്ലേ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ എന്താണ് ചിലപ്പോ ഒരു കുപ്പിയോ 2 കുപ്പിയോ ഒക്കെ എടുത്തിട്ട് ബാഗിൽ വെച്ച് അവര് കൊണ്ടുപോകാം. ക്ലിയർ ആയില്ലേ? ത്രെഫ്റ്റ് നടക്കാം. ഇനി എന്താണ് ടു മെനി ഓട്ടോണമസ് യൂണിറ്റ്സ് എന്താ പറയുന്നത് വളരെ അധികം സ്വയംഭരണ യൂണിറ്റുകള്. ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ CSST അല്ലെങ്കിൽ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ലിനൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ എന്താണ് നമ്മള് ലിനൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് തുണികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ CSST എടുക്കാൻ വന്നത് എന്താണ് CSST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് അല്ലെ. ഓരോ ഇൻസ്ട്രുമെന്റും സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുകയാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല്. അപ്പോ ഈ CSST എന്താണ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. അപ്പോ CSST എന്ന് പറയുന്നത് ഒരു മെയിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോ ഈ CSSDയിൽ എന്താണ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആർക്കാണ് ഇൻസ്ട്രുമെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്ത് കൊടുത്തത്, ആ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എവിടെ നിന്നാണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ഐറ്റംസ് കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും ഈ CSSD റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. ഇല്ലേ? വെക്കാറുണ്ടോ? പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഓർമ്മയുണ്ടോ അതൊക്കെ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ മെയിൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എന്താണ് നമുക്ക് കൺട്രോൾ അല്ലെ, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുത്ത ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ അവർക്ക് എന്താണ് അവർക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അവർക്ക് അറിയാൻ പറ്റും. അതുപോലെ ഇവിടെ പറയുന്നത് എന്താണ് ചെറിയ ചെറിയ യൂണിറ്റുകളാണെങ്കിൽ ഞാൻ പറഞ്ഞു CSSD മെയിൻ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുത്ത ഐറ്റംസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നതിലൂടെ ഓരോ ഐറ്റംസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഇത് ഇവിടെ പറയുന്നത് ചെറിയ ചെറിയ യൂണിറ്റുകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റും ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ആണെങ്കിൽ എന്താണ് നമുക്ക് ഫുള്ളായിട്ട് ഓരോ ചെറിയ ചെറിയ യൂണിറ്റുകളാകുമ്പോ കുറെ സ്റ്റാഫുകൾ ഉണ്ടാകും. അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ എന്താണ് കൺട്രോളിങ് നടക്കില്ല അല്ലെ, അവിടെ ഫുള്ളായിട്ട് കൺട്രോളിങ് നടക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റില്ല. വേസ്റ്റേജ് സംഭവിക്കും. അതുപോലെ എന്താണ് ത്രെഫ്റ്റും അല്ലെ മോഷണവും സംഭവിക്കാം. അതാണ് ടു മെനി ഓട്ടോണമസ് യൂണിറ്റ്. സ്വയം ഭരണ യൂണിറ്റുകൾ ചെറിയ ചെറിയ യൂണിറ്റുകൾ ആണെങ്കിൽ എന്താണ് കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ വേസ്റ്റേജ് സംഭവിക്കാം. അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മോഷണവും ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ നെക്സ്റ്റ് പോയിന്റ്, ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ് കോംപ്രിഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു രോഗിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുമ്പോ ഹാർട്ട് അറ്റാക്ക് എടുക്കാം, ഉദാഹരണമായിട്ട് എടുക്കാം ഹാർട്ട് അറ്റാക്ക്. അപ്പൊ എന്താണ് പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിലോട്ടല്ല അയാളെ കൊണ്ടുവരുന്നത്. അപ്പൊ കാഷ്വാലിറ്റി, അതുപോലെ തന്നെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ICU, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റും എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. പല ഡിപ്പാർട്ട്മെന്റുകള് അവിടെ ഡിപ്പാർട്ട്മെന്റ് ആക്കണം കേട്ടോ. മോർ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, സ്പെല്ലിംഗ് എറർ ഉണ്ട് കേട്ടോ. ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, കിട്ടിയോ? സ്പെല്ലിംഗ് എറർ മനസ്സിലായോ? ഓക്കെ, അപ്പോ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ എന്താണ് ആക്സിഡന്റോ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റോ ഒക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോ പല ഡിപ്പാർട്ട്മെന്റ് കൂടി ചേർന്നാണ് അദ്ദേഹത്തിന് കെയർ കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇത്രയും പല ഡിപ്പാർട്ട്മെന്റ് കൂടി ചേർന്ന് അദ്ദേഹത്തിന് കെയർ കൊടുക്കുന്നത് മൂലം വേസ്റ്റേജുകൾ, മെഡിസിന്റെ കാര്യം പറഞ്ഞില്ലേ മിസ്, വേസ്റ്റേജ് സംഭവിക്കാം. അതുപോലെ എന്താണ് മോഷണവും ഉണ്ടാകുന്നുണ്ട്. അവിടെ എന്താണ് അദ്ദേഹം ആ പേഷ്യന്റിലോട്ടായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ. പല സ്റ്റാഫുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ് അവിടെ മോഷണവും സംഭവിക്കാം. ക്ലിയർ ആയോ?
ഇനി എന്താണ് നോ ജോബ് സ്പെസിഫിക്കേഷൻ. ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ട്. അപ്പൊ ഇന്ന ആളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇന്ന ജോബാണ് ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അദ്ദേഹം കുറെ ഡ്യൂട്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ അവിടെ എന്താണ് അയാളുടെ ഡ്യൂട്ടി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. കുറെ അധികം ഡ്യൂട്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ വേസ്റ്റേജ് ഉണ്ടാകുന്നുണ്ട്, അവിടെ മോഷണവും സംഭവിക്കാം. ക്ലിയർ ആയോ? ജോബ് സ്പെസിഫിക്കേഷൻ അവിടെ സ്പെസിഫൈ ചെയ്ത് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇയാള് ഇതാണ് ചെയ്യേണ്ടത്, ഇയാളുടെ ഡ്യൂട്ടി ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് കുറെ അധികം ഡ്യൂട്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ വേസ്റ്റേജ് ഉണ്ടാകാം. പിന്നെ എന്താണ് ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. ഡ്യൂട്ടി ഇന്നതാണ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ് ഇദ്ദേഹം മോഷണോ അല്ലെ എന്തെങ്കിലും അവിടുന്ന് വല്ല ഇൻസ്ട്രുമെന്റോ അല്ലെങ്കിൽ ലോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ത്രെഫ്റ്റും സംഭവിക്കാം. ക്ലിയർ ആയോ അത്? ഇനി എന്താണ് ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഫോർ ഈച്ച് യൂണിറ്റ്. അവിടെ എന്താണ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഓരോ യൂണിറ്റിലേക്ക് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഓരോ സ്റ്റോറിലേക്ക് കൊടുക്കുമ്പോ എന്താണ് കുറെ അധികം മെറ്റീരിയൽസ് അല്ലെ അവരുടെ ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് മാത്രം കൊടുത്താൽ മതി. പക്ഷെ എന്താണ് കുറെ ലാർജ് സ്റ്റോക്ക് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലേ നമുക്ക്? അവിടെയുള്ള സ്റ്റാഫിന് കുറെ അധികം ലാർജ് സ്റ്റോക്ക് ആണ് വന്നിരിക്കുന്നത്. അവരുടെ ആവശ്യത്തിൽ അധികമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മോഷണവും വേസ്റ്റേജും സംഭവിക്കാം. ക്ലിയർ ആയോ? ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് മനസ്സിലായോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ് എന്താണ് far too many visitors round the clock എന്താ പറയുന്നത്? അവിടെ എന്താണ് കുറെ അധികം വിസിറ്റേഴ്സ് അല്ലെ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. കുറെ അധികം വിസിറ്റേഴ്സ് അല്ലെ പേഷ്യൻസ് കുറെ അധികം ഉണ്ടാകുമ്പോ അവരെ ആർക്കും അവിടുത്തെ സ്റ്റാഫിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിലൂടെ എന്താണ് അവർ ചിലപ്പോ മോഷണവും നടത്താം, ഡ്രഗുകൾ എടുത്തിട്ട് പോകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ മോഷണം നടത്താം. പിന്നെന്താണ് വേസ്റ്റേജും സംഭവിക്കാം. പിന്നെന്താ നോ പ്രോപ്പർ ചെക്ക് ഓഫ് ദ സ്റ്റാഫ് വെൻ ദേ ലീവ് ഡ്യൂട്ടി. ഇപ്പോ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് പറഞ്ഞല്ലോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുടെ കാര്യം. അപ്പൊ അവര് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവര് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് ചിലപ്പോ ലോഷനൊക്കെ എന്താണ് ബാഗിൽ വെച്ച് കൊണ്ടുപോവാം അല്ലെ മോഷണം സംഭവിക്കാം, വേസ്റ്റേജും കൊണ്ടുപോവാം. അപ്പൊ അതാണ് പറഞ്ഞത് അവര് പോകുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവരെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ മോഷണവും വേസ്റ്റേജും ഉണ്ടാകുന്നുണ്ട്. ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. ഇപ്പോ മാർക്കറ്റില് ആണെങ്കിൽ ഒരു സാധനത്തിന്റെ വില ഇടിവാണ് അല്ലെങ്കിൽ മാർക്കറ്റിൽ അത് ലഭ്യമല്ല. അപ്പോ നമ്മുടെ സ്റ്റോക്കില് ഹോസ്പിറ്റലിലെ സ്റ്റോക്കിലാണെങ്കിൽ എന്താണ് ഇവിടെ ആ സാധനം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ സ്റ്റോറിലുള്ള സ്റ്റാഫുകള് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് മാർക്കറ്റിലെ ആൾക്ക് അത് ഇതിൽ വിൽക്കും, കൂടുതൽ കാശിന് വിൽക്കും. അങ്ങനെയും എന്താണ് അവിടെ മോഷണം സംഭവിക്കാം, വേസ്റ്റേജിൽ സംഭവിക്കാം. ക്ലിയർ ആയോ മാർക്കറ്റിന്റെ കാര്യം? കരിഞ്ചന്ത കേട്ടിട്ടില്ലേ നിങ്ങള്? മറ്റേ റേഷൻ കടയിലൊക്കെ മറച്ചു വിൽക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? മാർക്കറ്റിൽ ഇപ്പോ സാധനം ഇത് അവൈലബിൾ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റോറിൽ ഹോസ്പിറ്റലിലെ സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവിടുത്തെ സ്റ്റാഫുകൾ എടുത്തുകൊണ്ട് പോയിട്ട് മാർക്കറ്റിൽ അത് നല്ല ലാഭത്തിന് വിൽക്കുന്നു. ഓക്കെ. ഇനി എന്താണ് പ്യുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റിംഗ് സിസ്റ്റം അല്ലെ. ഓഡിറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ നടന്നില്ല എങ്കിൽ അവിടെ എന്താണ് ലീക്കേജ് ഉണ്ടാവാം, വേസ്റ്റേജ് സംഭവിക്കാം. ടു മെനി ഹോസ്പിറ്റൽ സ്റ്റാഫ് റിമൈനിങ് ദ സെയിം കോമ്പൗണ്ട് അല്ലെ. സെയിം കോമ്പൗണ്ടിൽ തന്നെ കുറെ സ്റ്റാഫുകൾ ഉണ്ടാവാം. കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ മോഷണവും വേസ്റ്റേജും വരാൻ സാധ്യതയുണ്ട്. Inadequate workforce of document expenditure and revenue accurately. എന്താണ് വരവ് ചെലവ് കണക്കുകളൊക്കെ കൃത്യമായിട്ട് എഴുതാത്ത സ്റ്റാഫിന്റെ അഭാവം. കൃത്യമായിട്ടല്ല ഒരു സ്റ്റാഫ് വരവ് ചെലവ് കണക്കുകളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് അവർക്ക് എന്താണ് അവിടെ മോഷണം അല്ലെ ക്യാഷ് ഒക്കെ എടുത്തിട്ട് പോവാം.
കൃത്യമായിട്ടല്ല വരവ് ചെലവ് കണക്കുകൾ എഴുതുന്നതെങ്കിൽ എന്താണ് അല്ലെ? അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അവർക്ക്. ഇപ്പൊ അക്കൗണ്ടിങ് സ്റ്റാഫ് ഒക്കെ കൃത്യമായിട്ടല്ല എന്തെങ്കിലും വരവ് ചെലവ് കണക്കിലൊക്കെ എന്തെങ്കിലും വാരിയേഷൻസ് ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ എന്താണ് ബാക്കി പൈസ അവർക്ക് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ മോഷണം സംഭവിക്കാം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് പിൽഫ്രേജ് ആൻഡ് വേസ്റ്റേജ് ഇൻ ഹോസ്പിറ്റലിന്റെ കാരണങ്ങൾ. മോഷണവും വേസ്റ്റേജും ഹോസ്പിറ്റൽ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങള് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എളുപ്പമല്ലേ പോയിന്റ്സ്? ക്ലിയർ ആണോ? അതെ. ഇനി എന്താണ് ഐറ്റംസ് എന്നാക്കണം കേട്ടോ. അവിടെ MS എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഐറ്റംസ് എന്നാക്കാം. ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫ്രേജ്. അപ്പൊ മോഷണം സംഭവിക്കുന്ന ഐറ്റംസ് അല്ലെങ്കിൽ എന്താണ് മോഷണം ഉണ്ടാകുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഡ്രഗ്സ് അല്ലെ, മരുന്നുകൾ എടുത്തുകൊണ്ട് പോവാം, മോഷണം സംഭവിക്കാം. അതുപോലെ എന്താണ് ഫുഡ് മെറ്റീരിയൽസ്. ഇപ്പോ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് എന്താണ് ഓരോ ഐറ്റംസോ അല്ലെ അസംസ്കൃത വസ്തുക്കളൊക്കെ ഓരോ പാക്കറ്റിലോ അല്ലെങ്കിൽ ഓരോ ഡപ്പയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവില്ലേ? അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം? മോഷണം അല്ലെ എടുത്തുകൊണ്ട് പോവാം വീട്ടിലേക്ക്. ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞ് എന്താണ് പേഷ്യൻസിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോ അവിടെ നിന്നും എന്താണ് മോഷണം സംഭവിക്കാം. ക്ലിയർ ആയോ? ഇപ്പൊ ഫുഡ് മെറ്റീരിയൽസിന്റെ കാര്യം മനസ്സിലായോ? പിൽഫ്രേജ് ഉണ്ടാകുന്നത് ഡ്രഗ്സുകൾ മനസ്സിലായല്ലേ? ഡ്രഗ്സുകൾ എന്താണ് മെഡിസിൻസ് കൊണ്ടുപോവാം, മോഷണം സംഭവിക്കാം. ഫുഡ് മെറ്റീരിയൽസ്. ഇനി ലിനൻ, തുണി ഐറ്റംസ് അല്ലെ, ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലിനൻ. അപ്പൊ എന്താണ് അവിടെ നിന്നും മെറ്റീരിയൽസ് കൊണ്ടുപോകാം. മെറ്റീരിയൽസ് വേർ സച്ച് ആസ് യൂട്ടൻസിൽസ്. എന്താണ് യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാല്? പാത്രങ്ങള്. ഓക്കെ, അപ്പൊ പാത്രങ്ങള് ബാഗിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോവാം. അങ്ങനെയുള്ള മോഷണം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ് ബാഗുകളിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കത്രിക, ബ്ലേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇൻസ്ട്രുമെന്റ്സിൽ. ചെറിയ ഐറ്റംസ്, വലിയ ഐറ്റംസ് ഉണ്ടാവും. ചെറിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് മോഷണം സംഭവിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയാക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഡ്രഗ്സുകളില് മോഷണം സംഭവിക്കുന്നുണ്ട്, ഫുഡ് ഐറ്റംസില്, അതുപോലെ ലിനൻ ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ പാത്രങ്ങള് കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ചെറിയ ഐറ്റംസ് ഒക്കെ വീട്ടിലേക്ക് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? സെലക്ഷൻ ഓഫ് പിൽഫ്രേജ്. സോറി, സെലക്ഷൻ അല്ല കേട്ടോ, അവിടെ ഡിറ്റക്ഷൻ എന്നാക്കണേ. ഡിറ്റക്ഷൻ, കണ്ടുപിടുത്തങ്ങൾ. മോഷണം സംഭവിക്കുന്നത് കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്? 2 പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡിറ്റക്ഷൻ ആക്കണം കേട്ടോ. ഫസ്റ്റ് നോക്കിയേ. ഇനി അബ്രൂപ്റ്റ് റൈസ് ഇൻ റുട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്സ്. എന്താ പറയുന്നത്? അബ്രൂപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അബ്രൂപ്റ്റ് ഡിറ്റക്ഷൻ, കണ്ടുപിടുത്തമില്ലേ? കണ്ടുപിടുത്തം അതാണ് കേട്ടോ ഡിറ്റക്ഷൻ എന്നാക്കാം. DETECTION ഡിറ്റക്ഷൻ. മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, അത് നോക്കി എഴുതാം. ഡിറ്റക്ഷൻ ഓഫ് പിൽഫ്രേജ്. അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? അബ്രൂപ്റ്റ്. എന്താ അബ്രൂപ്റ്റ്? പെട്ടെന്ന്. അബ്രൂപ്റ്റ് മീൻസ് പെട്ടെന്ന്. അബ്രൂപ്റ്റ് മീൻസ് പെട്ടെന്ന്. പെട്ടെന്ന്. അപ്പോ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ സാധനങ്ങൾ അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിട്ട് അവരൊരു അഭ്യർത്ഥന നടത്തിയിട്ടാണ് യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്ത് കൊടുക്കുമ്പോ അതില് അവര്
പറയുന്നതാണ് ഞങ്ങൾക്ക് ഇത്രയും വേണം, അതിൽ പെട്ടെന്ന് അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് വർധനവ് ഉണ്ടാകുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. യൂസർ ഡിപ്പാർട്ട്മെന്റ് പറയുകയാണ് ഞങ്ങൾക്ക് ഇത്രയും മെറ്റീരിയൽസ് വേണം. അപ്പൊ അത്രയും മെറ്റീരിയൽസ് വേണം എന്ന് പറഞ്ഞതില് വർധനവ് ഉണ്ടാക്കുക, അതാണ് ഫസ്റ്റ് പോയിന്റില്. അങ്ങനെ വർധനവ് ഉണ്ടാകുമ്പോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്നതിന് എന്താണ്, നിങ്ങൾക്ക് ആദ്യം പറഞ്ഞിരുന്നത് ഇതാണല്ലോ, ഇത്രയും മെറ്റീരിയൽസ് ആണല്ലോ, പിന്നീട് എന്തുകൊണ്ട് ആ വർധനവ് ഉണ്ടായി എന്നവർ ചിന്തിക്കുമ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, അവരുടെ വീട്ടിലേക്ക് മോഷണം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മറച്ചു വിൽക്കുന്നുണ്ട് മാർക്കറ്റിലേക്ക്. അതാണ് എന്ത് മനസ്സിലായോ കൺസെപ്റ്റ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് ഇവര് അഭ്യർത്ഥന നടത്തുമ്പോ അതിനകത്ത് വർധനവ് ഉണ്ടാകുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഫിൽട്രേജ് അല്ലെങ്കിൽ മോഷണം സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്ത്, ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യത്തില് പെട്ടെന്ന് വർധനവ് ഉണ്ടാകുമ്പോ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. ഇവര് ചിലപ്പോ മറച്ചു വിൽക്കാനാണ്, അല്ലെങ്കിൽ വീട്ടിലേക്ക് സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും വർധനവ് അല്ലെങ്കിൽ ഇത്രയും മെറ്റീരിയൽസ് ഈ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ല, എന്നിരുന്നാൽ കൂടിയും ആവശ്യമാണെന്ന് പറഞ്ഞ് അഭ്യർത്ഥന നടത്തുമ്പോ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവുമല്ലോ, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി എന്താ സെക്കൻഡ് പോയിന്റ് പറയുന്നത്? സെക്കൻഡ് പോയിന്റ്, എനി അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ഓഫ് എനി സെക്ഷൻ when compared to previous period. എന്താ പറയുന്നത്? പ്രീവിയസ് പീരീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ, തൊട്ട് മുമ്പത്തെ, പ്രീവിയസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, തൊട്ട് മുമ്പത്തെ ഇയറുമായിട്ട് അല്ലെങ്കിൽ മന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ അവിടെ എന്താണ്, ഒരു കാരണമില്ലാത്ത രീതിയിൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നു, ചെലവുണ്ടാകുന്നു. അപ്പൊ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്താണ് അങ്ങനെ വന്നത് തൊട്ട് മുമ്പത്തെ പീരീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഈ ഇയറിൽ എന്തുണ്ടാകുന്നുണ്ട്? വർധനവ്, ചെലവില് വർധനവ് ഉണ്ടാകുന്നുണ്ട്. അതെന്തായിരിക്കാം? എന്താണ്? ഫിൽട്രേജ് നടക്കുന്നത് കാരണമാണ് എന്ത് ഇവിടെ സംഭവിച്ചത്? എക്സ്പെൻഡിച്ചർ ഹൈ ആയത്. മനസ്സിലായോ? അതാണ് രണ്ട് കണ്ടുപിടുത്തങ്ങളായിട്ട് പറയുന്നത്, ഫിൽട്രേജിന്റെ കാരണങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? എനി അബ്രൂപ്റ്റ് റൈസ് ഇൻ റുട്ടീൻ നീഡ്സ് ആൻഡ് ഡിമാൻഡ്. അവര് പറയുന്നത് എന്താണ്? യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നതിൽ വർധനവുണ്ടാകുന്നു. ഇനി സെക്കൻഡ് എന്താണ് പറഞ്ഞത്? മുമ്പത്തെ പീരീഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഈ ഇയറില് കാരണമില്ലാതെ വെറുതെ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവുകയാണ്, കാരണമില്ലാത്ത രീതിയിൽ അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ആണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഫിൽട്രേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആണോ? കൺഫ്യൂഷൻ ആയോ മക്കളെ? ക്ലിയർ ആണ്? ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെയും ക്ലിയർ ആണോ? ഇത്രയും വരെയും വായിച്ചു വരണം, ചൊവ്വാഴ്ച വരുമ്പോ വായിച്ചു വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് ഓഡിറ്റ് ആണ് കേട്ടോ. ഓഡിറ്റ് പ്രിന്റ് ഔട്ട് ഇല്ലേ എല്ലാവരുടെയും കയ്യില്? ഓക്കെ, പ്രിന്റ് ഔട്ട് ഇല്ലാത്തവർ എടുത്തു വെക്കാം കേട്ടോ. താങ്ക് യു.